ചില ലാക്ഷണിക ശാസ്ത്രം കൊണ്ട് വേണമെങ്കിൽ ഇതുവരെ ആരും അതിന് മുതിർന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ വിലയിരുത്താം. കാരണം നമുക്ക് വല്ലാത്ത പിരിപിരിപ്പാണ്. മെയ് 4 വരെ ഇത് ആര് ജയിക്കും ആര് ജയിക്കും, ആര് പറയുന്നത് നമ്മളങ്ങ് കേൾക്കും, അങ്ങ് വിശ്വസിക്കും. അപ്പോൾ അങ്ങനെയാണോ? ഇപ്പുറത്ത് വേറൊരാൾ പറയും ഇവിടെ UDF വരും, അപ്പോൾ അങ്ങനെ ജയിക്കുമല്ലേ. ഇപ്പുറത്ത് പറയും ആൾ LDF ചെയ്യും, ശരി അങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ കിടന്ന് ഈ വിശ്വാസത്തിൽ നിന്ന് ഈ പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. നമ്മൾ സ്ഥിത പ്രജ്ഞനായിട്ട് അങ്ങ് ഇരിക്കുക. എന്നിട്ട് മെയ് 4 വരുന്ന റിസൾട്ട് മാത്രം വിശ്വസിച്ചാൽ മതി. അതിനിടയ്ക്ക് ചില അവലക്ഷണങ്ങൾ വെച്ചിട്ടും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് നമുക്ക് സ്വയം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കണ്ട, നമുക്ക് സ്വയം നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നമ്മുടെ സാമാന്യ യുക്തി കൊണ്ടും ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. നോക്കൂ, എപ്പോഴാണ് ഒരു രാഷ്ട്രീയ കക്ഷി തെരഞ്ഞെടുപ്പ് കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അക്രമത്തിലേക്ക് തിരിയുന്നു? സാമാന്യഗതിയിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൊയ്യുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും പാർട്ടി അങ്ങനെ ചെയ്യും. നമ്മുടെ യുക്തിയോട് തന്നെ ചോദിച്ചാൽ മതി, വേറെ ഏതെങ്കിലും വ്യക്തിയോട് ചോദിക്കേണ്ട, വിദഗ്ധനോടെയും ചോദിക്കേണ്ട. തോൽക്കുമെന്ന് പേടിയുള്ളവരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. നിരാശയിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന്, അമർഷത്തിൽ നിന്ന്, ആരീശത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു വികാരമാണ് സംഘർഷം. ആ സംഘർഷം ആരാ ഉണ്ടാക്കിയത്? കേരളത്തിൽ പ്രധാനമായും കണ്ണൂരിലാണ് ഉണ്ടായത്. കണ്ണൂരിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ വി കുഞ്ഞികൃഷ്ണൻ്റെ സഹചാരിയായിട്ടുള്ള, തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സഹായിച്ച ആൾ, ആ വീടിൻ്റെ ഗ്ലാസുകളും ജനലുകളും മുഴുവൻ അടിച്ച് തകർത്ത് നിലംപരിശാക്കി ദേഷ്യം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അതുപോലെ TK ഗോവിന്ദൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചു. കണ്ണൂരിലെ അതിൻ്റെ തനിക്കോണം കാണിച്ചു CPM-കാർ. ഞങ്ങളുടെ പാർട്ടി അല്ലാതെ വേറൊരു പാർട്ടിയുണ്ടോ? മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അല്ലാതെ ആര്? ഇടതുപക്ഷ മുന്നണി അല്ലാതെ ആര് എന്നുള്ള ആ ധാർഷ്ട്യം ആ മുദ്രാവാക്യത്തിൽ പോലും പ്രതിഫലിക്കുന്നുണ്ടെന്ന്. അടി, നല്ലപോലെ അടി കൊടുത്തു, വെരട്ടിക്കളയോ. CPM എപ്പോഴും ഇങ്ങനെയാണ്. പാർട്ടിയോട് കൂറ് കാണിക്കാത്തവരെ ശത്രു പാർട്ടികളെക്കാൾ ശക്തമായിട്ട് കുലം കുത്തികളെന്ന് വിളിച്ച് കൊല്ലും. നമ്മൾ വടകരയിൽ കണ്ടു, അത് 51 വെട്ട്. അതിൻ്റെ അമർഷം പാർട്ടി വിട്ടുപോയവർക്കാണിത്. വേറൊരു പാർട്ടിയിലുള്ളവർക്ക് ഒരിക്കലും ഇത്രയും കിട്ടില്ല. ഒരൊറ്റ കുത്തിനങ്ങ് തീർക്കും. വാടിക്കൽ രാമകൃഷ്ണൻ അങ്ങനെ ഒരൊറ്റ കുത്തിന് തീർക്കും. അവിടെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ അധ്യാപകൻ ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് ചോരച്ചാലുകൾ കുട്ടികളുടെ മുഖത്തേക്ക് തെറിച്ചു. അവരുടെ പേടി ഇന്നും മാറിയിട്ടില്ല, ഒരിക്കലും മാറുകയില്ല. അത്ര വലിയൊരു മാനസിക ആഘാതമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനെ തങ്ങളുടെ മുമ്പിലിട്ട് കൊല്ലുന്നു. ഈ കുട്ടികൾ എന്ത് പിഴച്ചു? സഖാക്കളെ, ഓർമ്മകളുണ്ടായിരിക്കണം. പോട്ടെ, അതിലേക്കൊന്നും കടക്കുന്നില്ല നമ്മൾ. അതുപോലെ അക്രമാസക്തമാവുന്നത് ആത്മവിശ്വാസമില്ലാതെ വരുമ്പോഴാണ്, ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമില്ലാതെ വരുമ്പോഴാണ്. അതുതന്നെയാണ് കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ CPM-ൻ്റെ ചുവപ്പ് കോട്ടകൾ തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ നേരത്തെ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തതുപോലെ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും മാത്രമല്ല, പാർട്ടിയുടെ അണികൾ തന്നെ ചോർന്നു പോയിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെയല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് MN വിജയൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ആ സംഭവം, ദിസ് ഈസ് ദി അവർ ഓഫ് റെക്കണിംഗ് ഫോർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ശരി. അതിൻ്റെ അവസാന നാളുകൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഒരു ലക്ഷണമാണ്. അങ്ങനെയാണല്ലോ യാദവകുലത്തിൻ്റെ അന്ത്യം. യാദവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കൊണ്ടാണല്ലോ തീർത്തത്. അതുപോലെ യാദവകുലത്തിൻ്റെ അന്ത്യം പോലൊരു അന്ത്യം ആഗതമായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്ന നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണല്ലോ അദ്ദേഹം. കരുത്തനായ സാരഥി എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആ കരുത്തനായ സാരഥി ഇപ്പോൾ കരുത്തുപോയി, ശാരീരിക ആരോഗ്യം അത് പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. നമ്മളതിന് അദ്ദേഹം എത്രയും വേഗം റിക്കവറി ചെയ്യട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എത്രയും വേഗം റിക്കവറി ചെയ്യട്ടെന്ന് അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താ? കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് അദ്ദേഹം, മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്, ആഭ്യന്തരമന്ത്രിയുടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പണം അങ്ങ് ഇറക്കി, ഇത് കോർപ്പറേറ്റുകളുടെ പാർട്ടിയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എൻ്റെ സഹാബെ, കേന്ദ്രത്തിൻ്റെ CBI ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ പാർട്ടിയാണ്, പുലിയാണ് നിങ്ങളുടെ പാർട്ടി. ആ പുലിയായ പാർട്ടിക്കാണ് കോർപ്പറേറ്റുകളെ പേടി. ഇവിടെ നടപ്പില്ല കേന്ദ്രത്തിൻ്റെ പരിപാടിയൊന്നും. SIR ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ? അതിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങളല്ലേ?
ഇത്രയും പെർസെൻറ്റേജ് കൂട്ടിക്കാണാൻ കേരളത്തിൽ ഇത്രയും ഉണ്ടെന്ന് പറയുന്നത് അഭിമാനമല്ലേ? ആ അഭിമാനം എങ്ങനെ ഉണ്ടായി? SIR നിന്നുണ്ടായി സഖാവേ. അതാരാ നടപ്പാക്കിയത്? കേന്ദ്രം, ഇച്ഛാശക്തി കൊണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ കോർപ്പറേറ്റുകൾ പണം ഇറക്കുന്നതും ഒഴുക്കുന്നതും തെരഞ്ഞെടുപ്പ് മലീവസമാക്കും തടയാൻ പറ്റില്ലെന്നാണ്. ശരിയാണ്, നിങ്ങൾ കെയർ ടേക്കർ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ വേണ്ട, നിങ്ങൾ പരാതി പറഞ്ഞാൽ നിങ്ങൾ എത്ര കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ ബില്ലിനെതിരെ എത്ര ഏകകണ്ഠമായ പ്രമേയങ്ങളാണ് നിങ്ങൾ പാസ്സാക്കിയത്. ഹമാസിനെതിരെ വരെ പ്രമേയം പാസ്സാക്കിയെന്നു കേരള നിയമസഭ. ഹമാസിനെതിരെയല്ല, ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് വരെ അതെ പാസ്സാക്കിയിരുന്നു. അത്ര ശക്തമായിട്ടുള്ള ആഗോള മാനങ്ങളുള്ള നിങ്ങൾക്ക് എന്തേ പറ്റാത്തത്? കോർപ്പറേറ്റ് ഇങ്ങോട്ട് ഒഴുകുന്നത് തടയാൻ ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരല്ലേ. ഈ പരാതി അങ്ങോട്ട് കൊടുക്കാൻ എന്തേ പിന്നെ തടസ്സം? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കോമൺ സെൻസിനോട് തന്നെ വീണ്ടും ചോദിക്കുക, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പണം ഇറക്കുന്നു എന്ന് പറയാൻ കാര്യം? മുൻകൂർ ജാമ്യം എടുക്കുകയാണ് പരാജയം അടയുന്നതിന്. മുൻകൂർ ജാമ്യം, അതാണ് നടക്കുന്നത്, മുൻകൂർ ജാമ്യം. അപ്പം ഇദ്ദേഹം തോറ്റു കഴിയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പണം ഇറക്കി. അതുകൊണ്ടാണ് പണ്ടില്ലാത്ത വിധമല്ല വോട്ടിംഗാണ് അവിടെ നടന്നത്. ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വോട്ടർമാരുടെ എണ്ണമാണ് അവിടെ ഉണ്ടായത്. അതിൽ കൂടുതലും പോകുന്നത് രാജീവ് ചന്ദ്രശേഖരനായിരിക്കും. ഊഹമാണേ ഇത്, ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല. എന്ന് മാത്രമല്ല, മുനമ്പത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളി ക്രിസ്ത്യാനികളാണേയല്ല, അവർ മുഴുവൻ വന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണമെന്ന് നേമത്ത് മാത്രമല്ല തിരുവനന്തപുരത്തുള്ള സകല മണ്ഡലങ്ങളിലും കയറി പറഞ്ഞിട്ടാണ് അവരുടെ ചെലവിൽ വന്ന് പൊള്ളുന്ന വെയിലിൽ യാത്ര ചെയ്ത് എറണാകുളത്തേക്ക് തിരിച്ചു പോയത്. അത്രമാത്രം അവർക്ക് പ്രയോജനമുള്ളവരും ഒന്നാണ് BJP എന്ന സംവിധാനം എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വിജയിക്കുന്നത്. നിങ്ങൾ ഈ വാചകം അടിക്കുന്നതിലും ഞങ്ങൾ നമ്പർ 1 എന്ന് പറയുന്ന തള്ളുന്നതിലും അല്ല ജനങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി? ഈ പാവപ്പെട്ട മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? തിരിഞ്ഞു നോക്കിയോ? UDFൻ്റെയോ LDFൻ്റെയോ ഒരാൾ കേന്ദ്രമന്ത്രി വന്നു, കിരൺ റിജിജു വന്നു. ആ സമ്മർദ്ദത്തിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർക്ക് സ്വന്തം ഭൂമിക്ക് കരം അടയ്ക്കാനുള്ള അനുവാദം കിട്ടിയത്. നമ്മളവിടെ വൈക്കത്തെ സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ പറയുന്നു, വഴിയിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ സ്വന്തം ഭൂമിക്ക് കരമടയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജനവിഭാഗത്തിന് അതിനുള്ള അവകാശം നേടിയെടുത്തു കൊടുത്തത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ അനുഭവ ഫലം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനുണ്ടാവും. അതിന് ചുമ്മാ പണമാണ് പ്രശ്നമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തിന് കിട്ടുന്ന അംഗീകാരമാണ്. അത് അംഗീകരിക്കാനുള്ള മഹാമാനസ്കതയും സത്യസന്ധതയും ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതാ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഹാജരാക്ക് തെളിവ്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി K മുരളീധരൻ, അയ്യോ, അദ്ദേഹം എന്തൊരു വലിയ തള്ളുകളാണ് തള്ളിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരു ചാനലിൽ കൊടുത്ത് ഇൻ്റർവ്യൂ ഞാൻ കണ്ട്, കഷ്ടം തോന്നി. പരിക്ഷീണിതനായിട്ട് കണ്ണുകളും അടഞ്ഞ് ഒരാത്മവിശ്വാസവും ഇല്ലാത്തതുപോലെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം അവിടെ പരാജയപ്പെടാൻ പോകുന്നു. ഒന്നീ VK പ്രശാന്ത് ജയിക്കും, അദ്ദേഹം 25,000 വോട്ടിന് ജയിക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖലക്ഷണങ്ങളുണ്ടല്ലോ, ബോഡി ലാംഗ്വേജ് ഞാൻ കണ്ടില്ല. പക്ഷേ ശ്രീലേഖ IPS വളരെ കോൺഫിഡൻസോട് കൂടിയാണ് അവർ വീട്ടിൽ നിന്ന് ജയിക്കുമെന്ന് പറയുമ്പോൾ ചിരിയുണ്ട്, അതിനകത്ത് ആത്മവിശ്വാസമുണ്ട്. നേരത്തെ അവർ ജയിച്ചു കൊള്ളണമെന്നൊന്നും ഞാൻ പറയുകയല്ല, അങ്ങനെ തള്ളുകയല്ല. പക്ഷേ ബോഡി ലാംഗ്വേജ് വെച്ചാൽ ഷീ ഈസ് ഫുള്ളി കോൺഫിഡൻസ് ആൻഡ് ഷീ ബിലീവ്സ് ദാറ്റ് ഷീ വിൽ വിൻ എന്ന് എനിക്ക് 100% പറയാൻ കഴിയും. ഇത്രയും നാളത്തെ പ്രായമുണ്ടല്ലോ, അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. അല്ല, ഞാൻ സൈക്കോളജിസ്റ്റോ സൈക്കിയാട്രിസ്റ്റോ ആ വകപ്പെട്ട ഒരാളുമല്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വെച്ചാണല്ലോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കള്ള ലക്ഷണമുള്ളവരെ കണ്ടാൽ നമുക്ക് കള്ളം എന്ന് വിളിക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഒന്ന് കണ്ടസ്റ്റ് അവിടെ നടന്നിരിക്കുന്നത് VK പ്രശാന്തും ശ്രീലേഖയും തമ്മിലാണെന്ന് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ദാറ്റ് സിഗ്നൽസ് വിക്ടറി ഓഫ് NDA ഇൻ കേരള. മറ്റേ LDF ആണോ UDF ആണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മെയ് 4 കാണാം എന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ ട്രെൻഡ് ഈസ് എഗൻസ്റ്റ് LDF ആൻഡ് ഇൻ ഫേവർ ഓഫ് UDF. പക്ഷേ NDA തീരെ എഴുതി തള്ളാനും കഴിയാത്ത ഒരു അഴകുഴമ്പൻ സ്ഥിതിയാണിപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞുകൊള്ളട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.